നമസ്കാരം. അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും നോക്കിയിരിക്കുകയാണെന്ന് അറിയാം. പല ക്ലാസ്സുകൾ ഇതിനോടകം തന്നെ കണ്ടു കാണും. തിരുവനന്തപുരം ജില്ലയിൽ LP ഇന്റർവ്യൂ ആരംഭിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ ചോദ്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും. ഉത്തരങ്ങൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയണ്ടേ അല്ലെ. ചോദ്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാം എങ്കിലും കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞു വെക്കാമെന്നേ പറയാൻ പറ്റൂ. എല്ലാം ഒന്നും പറഞ്ഞു തരാൻ സാധിക്കില്ല. പറഞ്ഞു തന്നാൽ തന്നെ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പോകുമ്പോൾ ഈ ക്ലാസ് കാണുന്ന ഒട്ടുമിക്ക ആളുകളും ഒരേ തരത്തിൽ മറുപടി പറയില്ലേ. അതുകൊണ്ട് എല്ലാ പോയിന്റുകളും പറയുന്നില്ല. ഉൾപ്പെടുത്തേണ്ട ചില എനിക്ക് പ്രധാനം എന്ന് തോന്നുന്ന കുറച്ച് പോയിന്റുകൾ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യാം. ബാക്കി കണ്ടെത്തുക, അതാണ് നല്ലത്. അതുകൊണ്ടാണ് പറയുക എളുപ്പമാണ്, പക്ഷേ എല്ലാവരും ഒരേ തരത്തിൽ തന്നെ ആൻസർ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് 13-14 മാർക്കിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള തരത്തിലുള്ള ഒരു വ്യത്യസ്തത അവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ. എങ്കിലും ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രം. ആദ്യത്തെ ചോദ്യം ബാലയെ കുറിച്ച് ചോദിച്ചിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്നുള്ളതാണ് അല്ലെ. അവിടെ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിനെ മാത്രം അവർ കാണുന്നു. ചിലർ അതിനെ ചിത്രങ്ങൾ മാത്രമായി കാണുന്നു, ചിലർ അതിനെ ജ്യാമിതീയ രൂപങ്ങളായി മാത്രം കാണുന്നു. ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്ന് പറയുമ്പോൾ ആ കെട്ടിടം മുഴുവൻ അല്ലെങ്കിൽ ആ ബിൽഡിംഗ് മുഴുവൻ, ആ ചുറ്റുപാട് മുഴുവൻ, സ്കൂളിന്റെ കോമ്പൗണ്ട് മുഴുവൻ അതിനകത്തേക്ക് ഉൾപ്പെടുന്നു എന്നൊന്ന് ഓർത്തു വെച്ചിരിക്കുക. നമ്മുടെ ജൈവവൈവിധ്യ ഉദ്യാനവും എല്ലാം തന്നെ ഇതിന്റെ ഒരു ഭാഗമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് പഠിക്കുവാനുള്ള മുഴുവൻ കാര്യങ്ങളും ആ ബിൽഡിങ്ങിൽ തന്നെയുണ്ട്, ആ കെട്ടിടത്തിൽ തന്നെയുണ്ട്. അവന് പഠിക്കാനുള്ള ചുറ്റുപാട് നമ്മൾ സ്കൂളിൽ തന്നെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അവിടെ കുട്ടിക്ക് തന്റെ പഠന നേട്ടങ്ങൾക്ക് വേണ്ടി, പഠനാനുഭവങ്ങൾക്ക് വേണ്ടി സ്കൂളിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നില്ല. എന്നാൽ വാതിൽപ്പുറ പഠനത്തിനുള്ള സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താനും ആകും. അതുകൊണ്ടാണല്ലോ ജൈവവൈവിധ്യ ഉദ്യാനവും ഒക്കെ നമ്മൾ സ്കൂളുകളിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് പ്രകൃതിയെ അടുത്തറിയാനൊക്കെയുള്ള സൗകര്യങ്ങളല്ലേ അതുകൊണ്ട് ഒരുക്കിയത്. അപ്പൊ ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്ന് പറയുമ്പോൾ വെറും ചുവരുകളോ കുറച്ച് ജാമിതീയ രൂപങ്ങൾ ക്ലാസ് മുറികളിലും സ്കൂൾ കോമ്പൗണ്ടിലും സൃഷ്ടിച്ചത് കൊണ്ടോ ഒന്നും ആകില്ല. അതിനകത്ത് നമ്മുടെ സ്കൂളിന്റെ പാർക്കുകൾ വരാം, തറയോട് മുതല് മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ വരാം, ലാബുകൾ വരാം. ഇത്തരത്തിലൊന്ന് വാസ്റ്റായി അതിനെ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരിസരം, നമ്മുടെ ജൈവവൈവിധ്യ ഉദ്യാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ കൂടുതലായി പറയുന്നില്ല. ഈ പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇനി അടുത്ത ചോദ്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നമുക്ക് പ്രധാനം എന്ന് തോന്നുന്നത് ZPD നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അത് പല രീതിയിൽ ചോദിച്ചു എന്നുള്ളതാണ്. വൈഗോട്സ്കിയൻ ആശയങ്ങളെ കുറിച്ച് ചോദിച്ചു, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിനെ കുറിച്ച് ചോദിച്ചു. അതുപോലെ തന്നെ എടുത്തു ചോദിച്ച മറ്റൊരു വ്യക്തിയാണ് നോം ചോംസ്കി. ചോംസ്കിയൻ ആശയങ്ങൾ നോക്കണമെന്ന് അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലെ കുട്ടികളോട് പ്രത്യേകം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. നിങ്ങളും അത് ചെയ്യുക. കാരണം ഇപ്പോൾ നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ മെത്തേഡിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഹോൾ ലാംഗ്വേജ് അപ്രോച്ച് ആണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഭാഷയെ ഘടകങ്ങളായി വേർതിരിക്കാതെ മുഴുവനായി പഠിക്കുന്ന ഒരു രീതിയാണല്ലോ ഹോൾ ലാംഗ്വേജ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിലൊക്കെയും അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം നമുക്ക് കാണാനാകും. അപ്പോൾ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത് നോം ചോംസ്കിയുടെ സംഭാവനയാണ് അല്ലെ. എല്ലാ കുട്ടികളിലും ഭാഷ പഠിക്കുവാനുള്ള ശേഷി അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അങ്ങനെ ഒരു ഡിവൈസ് തന്നെ അവന്റെ ഉള്ളിൽ ഉണ്ട് എന്ന അഭിപ്രായക്കാരനായിരുന്നു നോം ചോംസ്കി. അത് ശരിയാണ് എന്ന് കാണിക്കുന്ന പഠനങ്ങളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളതും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇന്റർണലൈസിങ് ലാംഗ്വേജ് എന്നൊരു മെത്തേഡ് പോലും ഈ ഒരു രീതിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇന്ന് ഒരു അധ്യാപികയോട് അക്വിസിഷനെ കുറിച്ച് ചോദിച്ചിരുന്നു. അക്വിസിഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അക്വിസിഷന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് കൊടുക്കാനാകും തുടങ്ങിയ ചോദ്യങ്ങൾ വന്നു. അപ്പൊ അക്വിസിഷൻ എന്താണ്? സ്വാഭാവികമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ കുട്ടി പഠിക്കുന്ന രീതിയാണ് അക്വിസിഷൻ. നമ്മുടെ ചാനലിൽ തന്നെ ഇന്റർണലൈസിങ് ലാംഗ്വേജും അക്വിസിഷനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കേട്ടിട്ട് പോവുക. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയ മറ്റൊരു ചോദ്യമായിരുന്നു കുട്ടികളിലെ അന്ധവിശ്വാസം ഇല്ലാതാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന തരത്തിലൊരു ചോദ്യം. എന്ത് തന്നെയായാലും ചോദ്യം എങ്ങനെയായാലും, ഞാനിപ്പോ അത് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നില്ല. ആ ചോദ്യം എങ്ങനെയായാലും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. കാര്യം പലരും പല ഗ്രൂപ്പുകളിലുണ്ടല്ലേ. ഇത് ഇപ്പൊ കേരളം ഒട്ടാകെ ഈ ചോദ്യങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു. അപ്പൊ കുട്ടികളിലെ അന്ധവിശ്വാസം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും എന്ന് ചോദിക്കുമ്പോൾ
ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ചരടൊക്കെ കെട്ടിക്കൊണ്ട് റൂമിലേക്ക് കയറിപ്പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ നമ്മുടെ വസ്ത്രധാരണത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിലും ഒക്കെ ഒരു ശ്രദ്ധ ഉണ്ടാവണം. ഇന്റർവ്യൂ ബോർഡിന് മുമ്പിലേക്ക് പോകുമ്പോൾ ഈ മതപരമായ ജാതീയമായ കാര്യങ്ങളെ എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ള ഒന്നും തന്നെ ധരിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. ഒപ്പം നമ്മുടെ വസ്ത്രവിധാനമുണ്ട് അല്ലെ, ഓരോ രീതിയിലുള്ള വസ്ത്രവിധാനമുണ്ട്. അതൊഴിച്ച് മറ്റുള്ളവ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി തന്നെ പോവുക. അന്ധവിശ്വാസങ്ങൾ കുട്ടികളിലേക്ക് നിറയ്ക്കാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ അതേ രീതിയിലായി തീരുക എന്നുള്ളതാണ്. ജനാധിപത്യവാദിയായ അധ്യാപകനാണ് അല്ലെ, ജനാധിപത്യ ബോധം കുട്ടികളിലേക്ക് നിറയ്ക്കേണ്ട ആളാണ് അധ്യാപകൻ. അത്തരത്തിൽ തന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ കുട്ടികളും തനിക്ക് ഒന്നാണ് എന്ന കാഴ്ചപ്പാട് കുട്ടികളിലേക്ക് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വിത്തുകൾ പാകാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതൊരു വസ്തുവിനെയും ശാസ്ത്രീയമായി നോക്കി കാണാൻ കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് കുട്ടിയിൽ ശാസ്ത്രീയ ബോധം വളർത്തിക്കൊണ്ട് അന്ധവിശ്വാസം ഇല്ലായ്മ ചെയ്യാം. ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ എല്ലാം ദൈവത്തിൽ അർപ്പിക്കുക. അതായത് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ ഇതെല്ലാം ദൈവസൃഷ്ടിയാണ് എന്നുള്ള നിലയിലേക്ക് ആണ് പണ്ടുള്ള ആളുകൾ വെച്ച് കൊടുത്തിരുന്നത്. ദൈവത്തിന്റെ തലയിൽ വെച്ച് കൊടുക്കുക അല്ലെ, ആ ഒരു രീതിയിലേക്കാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാത്തിനും ശാസ്ത്രീയമായ അടിത്തറയും ശാസ്ത്രീയമായ ചിന്താഗതികളുമുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഏതൊരു വസ്തുവിനെയും കുട്ടിയുടെ ഏതൊരു സംശയത്തെയും ശാസ്ത്രീയമായി നോക്കിക്കാണാനും വിമർശനാത്മകമായി ചിന്തിക്കാനുമുള്ള ബോധം കുട്ടിക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അവന്റെ ഈ പറയുന്ന അന്ധമായ വിശ്വാസങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കാനും ശാസ്ത്രീയ ബോധം ഊട്ടി വളർത്താനുമാകും. കാരണം KCF 2023 അനുസരിച്ച് പാഠപുസ്തകത്തിന്റെ ആമുഖം നമ്മൾ പരിശോധിച്ചതാണ്. അതിൽ എപ്പോഴും എടുത്തു പറയുന്ന ഒന്നായിരുന്നു വിമർശനാത്മക ചിന്ത. അതായത് കേൾക്കുന്ന കാര്യങ്ങളെ അതേപടി നമ്മൾ ഉൾക്കൊള്ളുകയല്ല, മറിച്ചോ വിമർശനാത്മകമായി ചിന്തിച്ചാണ് കുട്ടി ഉൾക്കൊള്ളേണ്ടത്. അത്തരം ക്ലാസ് റൂമുകളാണ് ഇപ്പൊ നിലവിലുള്ളത്. ഈ ക്ലാസ് റൂമുകളിൽ പലതരം ചർച്ചകൾ നടക്കും. ഒരു പ്രശ്നമുണ്ടായാൽ അതിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ചർച്ചകൾ നടത്തും. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടിയെ ശാസ്ത്രീയ മനോഭാവത്തിലേക്ക് നമുക്ക് എത്തിക്കാനാകും. ഇതിനൊക്കെ പുറമെ ഇത്രയൊന്നും നിങ്ങൾ പറയണ്ട കേട്ടോ, നിങ്ങൾ ഇതെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് അതിനെ ചുരുക്കി പറയുക. ഇതിനൊക്കെ പുറമെ നമുക്ക് ശാസ്ത്ര അഭിരുചി വളർത്തുന്ന പലതരം പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ട് അല്ലെ. നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ, അവയുടെ പ്രസിദ്ധീകരണങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് പറയാനാകണം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നമ്മളിൽ ഉണ്ടായിരിക്കണം. ശാസ്ത്രാവബോധം വളർത്തുന്ന മാഗസീനുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. യുറീക്ക പോലുള്ള അത്തരത്തിലുള്ള മാസികകളെ കുറിച്ചും തളിര് എക്സാമുകളെ കുറിച്ചും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ശാസ്ത്രാഭിരുചി വളർത്തുക, നിരീക്ഷണ പാഠവം കൊണ്ടുവരിക, വിമർശനാത്മക ചിന്ത, അതുപോലെ തന്നെ ഏതൊരു വസ്തുവിന്റെയും ശാസ്ത്രീയ അടിത്തറ പരിശോധിക്കാൻ കുട്ടിയെ പഠിപ്പിക്കുക. കേൾക്കുന്ന കാര്യത്തെ അതേപടി, നിങ്ങളോടും ഞാൻ പറയുന്നതാണ് അല്ലെ, എല്ലാ കാര്യവും നമ്മൾ കേൾക്കുന്നത് അതേപടി ഇങ്ങ് എടുക്കാതെ അതിനെ ഒന്ന് ചിന്തിച്ച് നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് പ്രോസസ്സ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ അതിനെ ഉള്ളിലേക്ക് എടുക്കുക അല്ലെ. ഇത് തന്നെയാണ് നമുക്ക് കുഞ്ഞുങ്ങളോടും പറയാനുള്ളത്. ഇത്രയും വലിച്ചു നീട്ടി പറയണ്ട കേട്ടോ, എങ്കിൽ ഇത്രയൊക്കെ പോയിന്റ് എങ്കിലും പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് അവിടെ അവതരിപ്പിക്കാനാകൂ എന്നതുകൊണ്ടാണ്. പിന്നെ ക്ലാസ്സിൽ ശിശു കേന്ദ്രീകൃതം എങ്ങനെ നടപ്പിലാക്കാനാകും അത് നമുക്കറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇപ്പൊ നമ്മുടെ അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിന്റെ കുട്ടികൾ ക്ലാസ്സുകൾ എടുത്തോണ്ടിരിക്കുകയാണ്, ഡെമോ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം അറിയാം, ശിശു കേന്ദ്രീകൃതമാണ് എന്നൊക്കെ അറിയാമെങ്കിൽ ചില സമയം അറിയാതെ അധ്യാപക കേന്ദ്രീകൃതമായി പോകും. ആ ക്ലാസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെയും കുട്ടിയെ കൊണ്ട് മറുപടി പറയിച്ചും കുട്ടിയെ കൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുപ്പിച്ചും ക്ലാസ് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ എൻട്രി ആക്ടിവിറ്റി മുതൽ ഏറ്റവും ഒടുവിൽ ക്ലാസ് നിർത്തിക്കോളൂ എന്ന് പറയുന്ന ആ ഒരു സന്ദർഭം വരെയും, ഇനി മുഴുവൻ എടുക്കാൻ നിങ്ങളോട് ഒരിക്കലും പറയാറില്ല. ഇനി അഥവാ നമ്മൾ മുഴുവനായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ആ ക്രോഡീകരണം ഉൾപ്പെടെ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയണം. കുട്ടിക്ക് പിന്നെ നിരന്തരം ഇങ്ങനെ അവനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല കൊടുക്കേണ്ടത്. ക്ലാസ് റൂമിൽ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തനങ്ങളാണ് എന്ന തോന്നൽ പോലും ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ രസകരമായിട്ട് നമുക്ക് ഓരോ ആശയവും കുട്ടികളിലേക്ക് എത്തിക്കാവുന്നതാണ്. അപ്പൊ ക്ലാസ്സിൽ ശിശു കേന്ദ്രീകൃത എങ്ങനെ നടപ്പിലാക്കാം എന്ന് ചോദിച്ചാൽ അത് കളി രീതിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ജനാധിപത്യപരമായ ഒരു ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവന് സ്വതന്ത്ര ചിന്ത പറയാനാണ് നമ്മൾ ഈ ജനാധിപത്യപരമായ ക്ലാസ് റൂമിന്റെ ആവശ്യകത ഇങ്ങനെ എടുത്തു പറയുന്നത് അല്ലെ. സ്വതന്ത്ര ചിന്ത, അവന്റെ ആ ചിന്തയെ അവന് നിർഭയം അവതരിപ്പിക്കാനായിട്ട് അവിടെ കഴിയണം. അതുകൊണ്ടാണ് ജനാധിപത്യപരമായ ക്ലാസ് റൂം വേണമെന്ന് പറയുന്നത്. ഇത്തരം ക്ലാസ് റൂം അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനാകും? പഠനം ശിശു കേന്ദ്രീകൃതമാക്കാനാകും. അപ്പൊ കളിരീതിയൊക്കെ ഉപയോഗിച്ചും കുട്ടികൾക്ക് സ്വതന്ത്രമായി ഇടപഴകാനുള്ള അവസരങ്ങൾ ഒരുക്കിയും കുട്ടികളുടെ അഭിപ്രായങ്ങൾ കേട്ടും
നേതൃത്വം കുട്ടികളിലേക്ക് കൊടുത്തും അവരുടെ ഒരു മെന്ററായി അധ്യാപിക നിന്നുകൊണ്ടും ഒക്കെ നമുക്ക് ഈ ശിശു കേന്ദ്രീകൃത രീതി പ്രാവർത്തികമാക്കാവുന്നതാണ്. പിന്നെ വ്യക്തി ശുചിത്വം എങ്ങനെ ക്ലാസ്സിൽ നടപ്പിലാക്കും എന്നൊക്കെ ചോദിച്ചാൽ അധ്യാപിക ആദ്യം നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് അധ്യാപകര് അങ്ങനെ തന്നെ ആയിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ചെയ്യാനാകാത്തത് ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. നമ്മൾ ഇങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് നഖം വളർത്തരുത് എന്ന് പറഞ്ഞിട്ടൊന്ന് ആലോചിച്ച് നോക്കി, ഈ അധ്യാപിക നഖവും വളർത്തി ക്യൂടെക്സ് ഒക്കെ ഇട്ട് ക്ലാസ്സിലേക്ക് പോകുന്ന അവസ്ഥ. നിങ്ങൾ സ്കൂളിൽ പോകാത്തപ്പോൾ അത് ചെയ്താലും സാരമില്ല, സ്കൂളിലേക്ക് ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് നമ്മളിത് ചെയ്യാതിരിക്കുക അല്ലെ. അപ്പൊ അത്തരത്തില് എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് നമ്മൾ ആദ്യം ഒരു മാതൃകയാവുക എന്നുള്ളതാണ്. പിന്നെ കുട്ടികളെ കൊണ്ട് ശുചിത്വ ശീലങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കുട്ടികളെ കൃത്യമായി മോണിറ്റൈസ് ചെയ്യണം അല്ലെ, അതിനെ പിന്നെ മോണിറ്റർ ചെയ്യണം. അതിന് നമ്മൾ ഓരോ ചുമതല ഓരോരുത്തർക്കായി വിഭജിച്ചു കൊടുക്കാം. ഓരോ ദിവസം ഓരോരുത്തർക്കായിട്ട് ചുമതല. നമ്മൾ TTCക്ക് പഠിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാർലമെന്റ് ഉണ്ടായിരുന്നു അല്ലെ, നിശിതമായി നമ്മളൊക്കെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ സ്കൂളുകളിൽ നടപ്പിലാക്കിക്കൂടെ? സ്കൂളിലും ക്ലാസ്സിലും ഒരു ആരോഗ്യമന്ത്രിയൊക്കെ ഉണ്ടാവട്ടെ. അപ്പൊ അവര് കുട്ടികളുടെ ശുചിത്വ ശീലം പരിശോധിക്കാനായിട്ട് അങ്ങനെ ഒരു ചുമതല കൊടുത്ത ഒരു കുട്ടി ഉണ്ടാവണം. അപ്പൊ ആ കുട്ടി അവരുടെ ശുചിത്വ ശീലങ്ങൾ പരിശോധിക്കണം. അതായത് നഖം കൃത്യമായി വെട്ടിയിട്ടുണ്ടോ, നഖങ്ങൾക്കിടയിൽ അഴുക്ക് കയറിയിരിപ്പുണ്ടോ, കുട്ടിയുടെ വസ്ത്രം നീറ്റാണോ, യൂണിഫോം ഒക്കെ നല്ല വൃത്തിയായിട്ടാണോ സൂക്ഷിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ചോറ്റുപാത്രമൊക്കെ നല്ല വൃത്തിയായിട്ടാണോ ഇരിക്കുന്നത്, കുട്ടി എല്ലാ ദിവസവും കുളിച്ചിട്ടാണോ വരുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ചുമതലയുള്ള ഒരാളെ ഏൽപ്പിക്കാം. കുട്ടികൾക്ക് ഇതിന്റെ ആവശ്യബോധം വളർത്തിക്കൊടുക്കത്തക്ക രീതിയിലുള്ള പാഠങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങളിലുണ്ട്. അവയിലെ ആശയങ്ങൾ പൂർണ്ണമായി കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ടും ഡോക്യുമെന്ററി ഒക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ സാംക്രമിക രോഗങ്ങളൊക്കെ പിടിപെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള നേർക്കാഴ്ച അനുഭവങ്ങൾ നമുക്ക് ഡോക്യുമെന്ററികളിലൂടെ അല്ലെങ്കിൽ വീഡിയോസിലൂടെ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആലോചിച്ച് പറയുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സന്ദർഭത്തില് നമുക്ക് എന്താണ് ഈ ആരോഗ്യ മേഖലയിലുള്ള ആളുകളുമായിട്ട് സംവദിക്കാനുള്ള അവസരം അല്ലെ കുട്ടികൾക്ക്, ക്ലാസ്സുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾ ഇത് പറയുക. ഒരിക്കലും ഞാൻ പറയുന്ന രീതികൾ മുഴുവൻ ശരിയാവണമെന്നില്ല. ഇതിനേക്കാൾ നന്നായി പറയാൻ അറിയുന്ന, ഇതിനേക്കാൾ നല്ല ആശയങ്ങളുള്ള കുട്ടികൾ ഇതിലുണ്ട്. നിങ്ങളുടെ ടെൻഷൻ കാരണം ഓർക്കാൻ പറ്റാത്ത ചില ആളുകൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോ. ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻസ് കേട്ട് വെച്ചിരുന്നാൽ മാത്രം മതി. ഇനി ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിലും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ബാക്കി രേഖകൾ, ഉപാഖ്യാന രേഖ, സഞ്ചിത രേഖ തുടങ്ങിയ കാര്യങ്ങൾ വായിച്ചു വെക്കുക. ചെക്ക് ലിസ്റ്റ് എന്താണ്? ചെക്ക് ചെയ്യുകയാണ് അല്ലെ, നമ്മൾ ചെക്ക് ചെയ്യുന്നു എന്ന് ഓർത്താൽ മതി. ടിക്ക് ഇടുക, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് ഇടുന്നു. ഉണ്ടെങ്കിൽ ടിക്ക്, ഇല്ലെങ്കിൽ ഇൻറ്റു മാർക്ക് ഇടുന്നു എന്നത് മാത്രം, അങ്ങനെയൊന്ന് ഓർത്ത് വെച്ചാൽ മതി. റേറ്റിംഗ് സ്കെയില് നമ്മൾ റേറ്റ് കൊടുക്കുന്നു അല്ലെ, 10ൽ എത്ര, നമ്മൾ എത്ര സ്റ്റാർ ഒക്കെ കൊടുക്കുമെന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ റേറ്റ് കൊടുക്കുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. പിന്നെ എന്താ ഉപാഖ്യാന രേഖയും സഞ്ചിത രേഖയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എന്താണ് ഉപാഖ്യാന രേഖ? എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രകടനം കുട്ടിയിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് ഉപാഖ്യാന രേഖയിലേക്ക് രേഖപ്പെടുത്തുന്നത്. സഞ്ചിത രേഖയോ, അതൊരു സഞ്ചിയാണ് അല്ലെ, കുട്ടിയുടെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളാണ്, അത് രേഖപ്പെടുത്തുന്നതാണ് സഞ്ചിത രേഖ. സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്ന ഒന്നായിട്ട് സഞ്ചിത രേഖയെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ചോദിച്ചത് സയന്റിഫിക് ടെമ്പർ ആണ് അല്ലെ. നമ്മൾ മറ്റേ ഒരു ചോദ്യം പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു? കുട്ടികളിലെ അന്ധവിശ്വാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സയന്റിഫിക് ടെമ്പർ കുട്ടികളിൽ വളർത്തുക എന്ന ഒരു ആശയം കൂടി അങ്ങോട്ടേക്ക് ഇട്ടു കൊടുക്കുക. നിങ്ങൾ അതിൽ കോൺഫിഡന്റ് ആണെങ്കിൽ, ഉറപ്പായും കോൺഫിഡന്റ് ആയിരിക്കും അല്ലെ. സയന്റിഫിക് ടെമ്പർ എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ എല്ലാത്തിനെയും നോക്കിക്കാണുന്നത് നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും ശാസ്ത്രീയമായ ചില പ്രക്രിയകളിലൂടെയും മനോഭാവത്തിലൂടെയും ഒക്കെ ആണെങ്കിൽ ആ വ്യക്തിക്ക് സയന്റിഫിക് ടെമ്പർ ഉണ്ട് എന്ന് പറയാം. ശാസ്ത്രീയ വശം മനസ്സിലാക്കുന്ന വ്യക്തിയെ സയന്റിഫിക് ടെമ്പർ ഉള്ള ആൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പൊ ആരാണ് സയന്റിഫിക് ടെമ്പർ എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിന്റെ ആശയമാണ് സയന്റിഫിക് ടെമ്പർ. ഇപ്പം ഭരണഘടനയിലും പറയുന്നുണ്ട് എന്ത്, നമ്മുടെ ജനങ്ങളിൽ സയന്റിഫിക് ടെമ്പർ ആണ് ഊട്ടിയുറപ്പിക്കേണ്ടത്, അത് ഓരോ പൗരന്റെയും കടമയാണ് എന്ന തരത്തില് നമ്മുടെ ഭരണഘടനയിലും പറയുന്നുണ്ട്. ശരിയല്ലേ?
സയന്റിഫിക് ടെമ്പർ എല്ലാവരിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന പല പ്രശ്നങ്ങളും കലാപങ്ങളും എന്നേ മണ്ണടിഞ്ഞു പോയേനെ അല്ലെ. ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. എല്ലാത്തിനെയും സ്നേഹത്തോടെയും അല്ലെങ്കിൽ എല്ലാത്തിനെയും വസ്തുനിഷ്ഠമായും ഒക്കെ കാണാൻ നമുക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോ ചിന്തിക്കാനാവുന്നുള്ളൂ. കാരണം അധ്യാപകരിൽ പോലും ഈ പറയുന്ന സയന്റിഫിക് ടെമ്പർ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. ഇപ്പൊ ടെമ്പർ മാത്രമേ ഉള്ളൂ, സയന്റിഫിക് ഒന്നും അല്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായും ചോദിക്കും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. കാരണം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ കാറ്റ് പോലും മാറി വീശുകയാണ് അല്ലെ. നമുക്ക് ഒരിക്കലും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്നും എല്ലാവരും ഒന്ന് എന്ന ചിന്ത ഏറ്റവും അധികം കണ്ടുവന്ന ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടേത്, എല്ലാവരെയും സ്വീകരിക്കുന്നവർ. പക്ഷെ എവിടേക്കോ അതിനൊരു മാറ്റം വരുന്ന പോലെ ഒരു തോന്നലുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നിലവിലെ സർക്കാർ ഇതിനെയൊക്കെ എതിർക്കുന്നവരായതുകൊണ്ടും അത്തരം മനോഭാവമുള്ളവർ തീർച്ചയായും ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടും, നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ബോർഡ് അംഗങ്ങളൊക്കെ വരിക എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആ സമയത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള വസ്തുതകളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുന്നത് എപ്പോഴും അത് നമുക്ക് ഗുണം ചെയ്യും. അവരെ മനസ്സിലാക്കി എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുത്ത് പോവുക. പിന്നെ ഞാൻ കണ്ടിരുന്ന ഒരു ചോദ്യം, ടീച്ചിങ് മാനുവൽ ആവശ്യമാണോ എന്ന തരത്തിലൊരു ചോദ്യം കണ്ടിരുന്നു. അതിപ്പോ കാണുന്നില്ല. അത് എന്ത് തന്നെയായാലും ടീച്ചിങ് മാനുവൽ എപ്പോഴും അത്യാവശ്യമാണ്. അതൊരു പല രീതിയിൽ നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിൽ ആ ടെൻഷനിൽ നമ്മൾ മാറ്റി പറയുമോ എന്നുള്ള രീതിയിൽ പല ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പം പിന്നെ തിരിച്ചും മറിച്ചും ചോദിക്കാം അല്ലെ. നമ്മുടെ ദൃശ്യത്തിലൊക്കെ പറയുന്നത് പോലെ എങ്ങനെ ചോദിച്ചാലും ഉത്തരം ഒന്നേ ഉള്ളൂ അല്ലെ. ആ ഒരു രീതിയിലേക്ക് പറയണം. ടീച്ചിങ് മാനുവൽ വളരെ അത്യാവശ്യമാണ്. മാനുവൽ ഇല്ലാത്ത ഒരു ക്ലാസ് പോലും നമ്മൾ എടുക്കാൻ പാടില്ല. അത്രയും വെൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ക്ലാസ് വരികയാണ് എന്ന് ഇരിക്കട്ടെ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് മാനുവൽ എഴുതാൻ ഉള്ള ടൈം ഇല്ലല്ലോ. അപ്പൊ പിന്നെ പോയി എടുത്തുകൂടെ? നിങ്ങൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചർ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോ? അങ്ങനെ ചോദിച്ചാലും പറയണം നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ട് നമ്മൾ ഒരുപാട് വിശദീകരണങ്ങൾ എഴുതിയില്ലെങ്കിൽ പോലും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പെട്ടെന്നൊന്ന് എഴുതി തയ്യാറാക്കി തന്നെ ക്ലാസ് റൂമിലേക്ക് ചിട്ടയായി തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് റൂമിൽ പോകേണ്ടത്. അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ട് കുട്ടികളോട് പുതുതായി പഠിപ്പിക്കാതെ അവരുടെ മുൻ അനുഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഓർമ്മിപ്പിച്ചെടുക്കാം. അവരെ കളികളിൽ ഏർപ്പെടുത്താം. ഇപ്പൊ തന്നെ കലാപഠനത്തിന് അല്ലെങ്കിൽ പിന്നെ കുട്ടികളുടെ സർഗശേഷി വികസനത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ക്ലബ്ബ് പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം പീരീഡുകളിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയോ കുട്ടികളെ ആ ഒരു തരത്തിലേക്ക് എൻഗേജ്ഡ് ആക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുകയോ ഒക്കെ ആകാം. പക്ഷെ പഠനം അല്ലെങ്കിൽ അവരെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും നമ്മളത് കൃത്യമായി എഴുതി ചിട്ടപ്പെടുത്തണം എന്നുള്ളതാണ്. സ്കഫോൾഡിംഗ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലെ. യൂട്യൂബിലും നമ്മുടെ ഈ ഒരു ചാനലിലും ഷോർട്സ് ആയിട്ടൊക്കെ നമ്മൾ ഇട്ടതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ MT വാസുദേവൻ നായർ സാറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അത് നമുക്ക് അറിയാം. വായനാശീലമുള്ളവരോട് അത് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ആനുകാലികപരമായിട്ടും ഒക്കെയുള്ള പിന്നീട് ഈ ഒരു ഇന്റർവ്യൂ, ഈ 2 ദിവസത്തെ ഇന്റർവ്യൂ അനുഭവങ്ങൾ കേട്ടതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടതിൽ നിന്നും ഒക്കെ മനസ്സിലായത് ബയോഡേറ്റയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലായി, എല്ലാ കാലത്തെയും പോലെ. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ? നല്ല ഒരു ബയോഡേറ്റ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിലേക്ക് പിടിച്ചിരുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പകുതി വിജയിച്ചു എന്നുള്ളതാണ്. ബയോഡേറ്റയിലേക്ക് നമുക്ക് അവരെ പിടിച്ചിരുത്താൻ കഴിയുന്ന തരത്തിലുള്ള, നമ്മൾ പറയത്തിലെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആ ബയോഡേറ്റയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർ സഞ്ചരിക്കുന്ന പാതയിലൂടെ അല്ലാതെ വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുക. പിന്നെ ജനാധിപത്യം ക്ലാസ്സിൽ എങ്ങനെ നടപ്പിലാക്കും എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ്? കുട്ടികൾക്ക് എല്ലാവർക്കും തുല്യ അവസരം നൽകിക്കൊണ്ട്, ഇപ്പൊ ക്ലാസ് ലീഡർ സിസ്റ്റം ഒക്കെ നമ്മൾ ആഴ്ചകളും അത് മാറ്റി എല്ലാ കുട്ടികൾക്കും ലീഡർ ആകാനുള്ള അവസരമൊക്കെ കൊടുത്തുകൊണ്ടും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ തന്നെ കുട്ടികൾക്ക് എല്ലാ അവസരങ്ങളും തുല്യമായിട്ട് കൊടുക്കുക. അസംബ്ലിയിലും എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുക അല്ലെ. പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ വിഭജിച്ച് നൽകുക. പഠനം പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടി ക്ലാസ്സിൽ അനങ്ങാതിരിക്കുന്ന ഒരു രീതിയിലേക്ക് പോകരുത്. അവൻ്റെതായ കഴിവുകളുണ്ട്, അത് കണ്ടെത്തി അത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ആ കുഞ്ഞിന് കൊടുക്കണം നമ്മൾ. അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് അവൻ ആത്മവിശ്വാസം ഉണ്ടാവുക. തനിക്കും എന്തൊക്കെയോ കഴിവുകളുണ്ട്,
താനും മോശമല്ല എന്ന ചിന്ത ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതു കുട്ടിക്കും പഠന നിലവാരം അവന്റെ കഴിവിന്റെ ഒരു പടിയെങ്കിലും ഉയർത്താനാകും അല്ലെ. അത് അധ്യാപികയും കുട്ടിയും കൂടി ഒന്നിച്ച് ശ്രമിച്ചാൽ എന്ത് കാര്യവും പഠനത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ബുദ്ധിപരമായ വൈകല്യമില്ലാത്ത എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കും കൃത്യമായ ട്രെയിനിങ്ങിലൂടെ. അപ്പോ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടേതായ ശേഷിയുണ്ട്. അതുകൊണ്ടല്ലേ അവരെ ഭിന്നശേഷി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർക്കും കൊടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്യണം, മുന്നിലേക്ക് കൊണ്ടുവരാനാണ് നമുക്ക് പറ്റേണ്ടത് അല്ലെ. ഇപ്പൊ ജനാധിപത്യം ക്ലാസ് റൂമുകളിൽ എങ്ങനെ എന്ന് ചോദിച്ചാൽ തുല്യ അവസരം നൽകിക്കൊണ്ട് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ലിംഗ വ്യത്യാസമില്ലാതെ ഒരുപോലെ കുട്ടികളോട് പെരുമാറിക്കൊണ്ടും കുട്ടികൾക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ടും എല്ലാ കുട്ടികൾക്കും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരം നൽകിക്കൊണ്ടും ഒക്കെ നമുക്കിത് സാധ്യമാക്കാം. എല്ലാ ക്വസ്റ്റ്യനും പറയണം എന്നുള്ളത് കൊണ്ടാണ് ഓടിച്ചു പറയുന്നത് കേട്ടോ. വെയിലും അടിക്കുന്നുണ്ട്, പുറത്താണ് ഇരിക്കുന്നത്, അതിന്റെയൊക്കെ പരിമിതി കൊണ്ട് എനിക്കറിയാം. കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുക. പിന്നെ കോഡ് മിക്സിങ് എന്താണ്, കോഡ് സ്വിച്ചിങ് എന്താണ് എന്ന ചോദ്യം കണ്ടു. അതും സ്ഥിരം ഇങ്ങനെ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. എന്താണ് കോഡ് മിക്സിങ്, എന്താണ് കോഡ് സ്വിച്ചിങ് എന്ന് ഉള്ളത്. ഓർത്ത് വെക്കാൻ, മിക്സ് ചെയ്യുന്നത് വാക്കാണെന്ന് ഓർക്കുക, സ്വിച്ച് ചെയ്യുന്നത് പെട്ടെന്ന് നമ്മൾ സ്വിച്ച് ഇട്ട പോലെ അടുത്ത ഭാഷയിലേക്ക് പോവുകയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. രണ്ടിലും നമ്മൾ ഒന്നിലധികം ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. കോഡ് മിക്സിങ്ങിലും കോഡ് സ്വിച്ചിങ്ങിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിലധികം ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഭാഷയും ഇപ്പം നമ്മൾ ഇംഗ്ലീഷും മലയാളവും കൂടി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്കൊക്കെ ഇംഗ്ലീഷിലേക്ക് പറയുകയാണെങ്കിൽ അത് കോഡ് മിക്സിങ് എന്ന് പറയാം. പിന്നെ കോഡ് സ്വിച്ചിങ് എന്ന് പറയുമ്പോഴോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വാക്യങ്ങളായിട്ട് മറ്റു ഭാഷ കടന്നു വരുന്ന രീതിയാണ് നമ്മൾ കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? കോഡ് മിക്സിങ്, കോഡ് സ്വിച്ചിങ്. അതുപോലെ വീക്ക്നെസ്സുകൾ എഴുതുമ്പോൾ അത് നല്ല ശ്രദ്ധയോടുകൂടി എഴുതുക. നമ്മുടെ പോരായ്മ നമുക്കറിയാം അല്ലെ, നമ്മുടെ പോരായ്മ എന്ത് എന്ന് എഴുതാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ പോരായ്മ തിരിച്ചറിഞ്ഞിട്ടും അത് പരിഹരിച്ചില്ലയോ എന്നൊരു ചോദ്യം അവിടെ വരാനുള്ള ഇടയുണ്ടാക്കരുത്. അപ്പൊ പോരായ്മ എന്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പോരായ്മയ്ക്കുള്ള പരിഹാരം നമ്മളോട് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ഇന്നത്തെ ഇന്റർവ്യൂ അനുഭവത്തിൽ ഒരു ടീച്ചറിന്റെ അനുഭവം ഇങ്ങനെ വന്നതാണ്. വീക്ക്നെസ് ആയിട്ട് അമിത ചിന്ത എന്നാണ് എഴുതിയിരുന്നത് എന്ന് കണ്ടു. അപ്പോൾ ആ ടീച്ചറിനോട് എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്ന ചോദ്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ എന്താണോ നിങ്ങളുടെ വീക്ക്നെസ്, അതിനെ മറികടക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അത് നോക്കി വെക്കുക. അമിത ചിന്തയാണെങ്കിൽ എങ്ങനെയാണ് ചിന്തയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കലാണ്. ഏത് ചിന്തയാണ് നിങ്ങളെ പിന്നെ നെഗറ്റീവ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അമിത ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് വെറുതെ ചിന്തിക്കുക എന്ന് തെറ്റിദ്ധരിക്കരുത്. അമിത ചിന്ത പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യം അല്ല അല്ലെ. അമിതമായിട്ട് നമ്മൾ പോസിറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് തോട്ടാണ്. ഇത് അമിത ചിന്ത എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏത് പ്രശ്നമാണ് നമ്മളെ ഡൗൺ ആക്കുന്നത്, സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുന്ന ആ തോട്ട് ഏതാണ് എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യപ്പെടണം. കൃത്യമായി ട്രാക്ക് ചെയ്യപ്പെട്ട് നമ്മുടെ മനസ്സിനോട് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കണം. അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെയാണ് അത് മാറ്റുന്നത്. അത് ഈ ഇടയ്ക്ക് ഞാനൊരു സൈക്കോളജി റിലേറ്റഡ് ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു പോയിന്റ് ആണത്. അപ്പോ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം. അതിപ്പം നമ്മളെക്കാൾ കുറച്ചുകൂടി അറിവുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് വിശ്വാസത്തിൽ നിങ്ങളോട് പറയുന്നു. ഇനി ഭിന്നശേഷിക്കാരെ എങ്ങനെ മറ്റു കുട്ടികളുമായിട്ട് യോജിപ്പിച്ച് പഠിപ്പിക്കാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് അല്ലെ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മളുടെ പുസ്തകത്തിൽ തന്നെ ചിത്രീകരണത്തിൽ പോലും ഉണ്ട്. അപ്പൊ അത് കൃത്യമായി നോക്കി വെക്കുക. എങ്ങനെയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളോട് പിന്നെ സഹാനുഭാവമാണ്, സഹതാപമല്ല, സഹാനുഭാവം. നമ്മളിൽ ഒന്നാണ് അവനും, അവന്റെ പ്രശ്നങ്ങൾ എന്റേതു കൂടിയാണ് എന്ന ചിന്ത കുട്ടികളിലേക്ക് വരണം. അവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇത്തരത്തിലാണ് നമുക്കിത് മാറ്റാനാവുക അല്ലെ. ഇനി ഞാൻ വർക്ക് ചെയ്തൊരു സ്കൂളിലെ ടീച്ചറിന്റെ അനുഭവം പറയാം. ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇതുപോലെ ഒരു മോളുണ്ടായിരുന്നു, ഭിന്നശേഷിക്കാരി, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ആ കുഞ്ഞിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന് നന്നായി നടക്കാൻ ആകില്ല, കാലിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. മൊത്തത്തിൽ ആ കുഞ്ഞിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് ശാരീരികപരമായിട്ട്. എനിക്ക്
നേരിട്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല. അപ്പൊ അതിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് 10 മിനിറ്റ് കൂടുമ്പോൾ യൂറിൻ അറിയാതെ പോകും. അപ്പൊ യൂറിൻ പിടിച്ചു നിർത്താനുള്ള ശേഷി ആ കുഞ്ഞിനില്ല, പെൺകുട്ടിയാണ്. അപ്പൊ ആദ്യമൊക്കെ ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ യൂറിൻ പോയി. അപ്പോൾ ഈ ടീച്ചർ ചെയ്തത് എത്ര സമയത്തിനുള്ളിലാണ് കുട്ടിക്ക് ഈ ഒരു ടെൻഡൻസി എന്നുള്ളത് ട്രാക്ക് ചെയ്ത് അതിങ്ങനെ എഴുതി വെച്ച് ഓരോ ദിവസവും ഓരോ കുട്ടികൾക്ക് ചുമതലകൾ കൊടുത്ത് ആ കുഞ്ഞുങ്ങളും ടീച്ചറും കൂടി ആ മോളെ അതേ സമയത്ത്, അപ്പൊ ഈ കുഞ്ഞിന് ഈ ഒരു പ്രശ്നം കാരണം അതിന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നാണക്കേടല്ലേ, വലിയ കുട്ടി ഹൈസ്കൂളും കൂടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് വരാനുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ഈ ഒരു രീതിയിൽ ടീച്ചർ അതിനെ സമീപിച്ചപ്പോൾ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും അതിന് കൂടെ നിന്നപ്പോൾ അവളിൽ ആത്മവിശ്വാസം ഉണ്ടായി എന്നുള്ളതാണ്. ആത്മവിശ്വാസം ഉണ്ടാവുകയും ആ കുഞ്ഞ് നല്ല രീതിയിൽ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. ആ വീട്ടുകാരും ആ രക്ഷിതാക്കളും ആ ടീച്ചറെയും ആ ക്ലാസ്സിലെ കുട്ടികളെയും ഏത് തരത്തിലായിരിക്കും ഓർക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഇങ്ങനെ ഉള്ള കുഞ്ഞുങ്ങള് നമ്മുടെ ഇടയിലുള്ളത്, അവരെ നോക്കുക എന്ന് പറയുന്നത്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അല്ലെ, എല്ലാവർക്കും കഴിയുന്നതല്ല. ആ മനോഭാവം നമ്മളുടെ മുഴുവൻ കുട്ടികളുടെ ഉള്ളിലേക്കും വരണമെങ്കിൽ ഇൻക്ലൂസീവായി തന്നെ ആയിരിക്കണം എഡ്യൂക്കേഷൻ. ആ കുഞ്ഞുങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തണം അല്ലെ. അപ്പൊ ഏത് അവസരം വന്നു കഴിഞ്ഞാലും ആ കുട്ടികളെ സഹായിക്കാനുള്ള മനോഭാവം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഊട്ടിയുറക്കണം. അതുകൊണ്ട് അവർക്ക് ചുമതലകൾ വിഭജിച്ച് നമുക്ക് കൊടുക്കാം. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ പോരായ്മ നമുക്ക് ഇതിനെ മുഴുവനായി പറയാൻ കഴിയില്ല. കാരണം ഭിന്നശേഷി എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരമായുള്ള അനുഭവങ്ങൾ വരും അല്ലെ. ലോക്കോമോട്ടീവ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ അങ്ങനെ പല ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പഠിപ്പിച്ച ഒരു ക്ലാസ്സിൽ ഒരു മോൾക്ക് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നു. അവള് നന്നായിട്ട് ഡാൻസ് ചെയ്യും, മിടുക്കിയാണ്. സ്റ്റേറ്റ് കലോത്സവത്തിലും ഒക്കെ പോയി അരങ്ങില് പിന്നെ ഈ ഉദ്ഘാടന വേദിയിലും ഒക്കെ ഡാൻസ് ചെയ്ത കുഞ്ഞാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അവരെ നമുക്ക് മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കാനാകില്ലെങ്കിൽ അവരുടെ താല്പര്യം അനുസരിച്ച് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിലെ ആ തീം അനുസരിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്കും ഒരു അവസരം കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവരവരുടെ ആശയങ്ങൾ പറയാം, അറിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് എൻകറേജ് ചെയ്ത് ആ കുഞ്ഞുങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റുന്നത്. കുട്ടികൾക്ക് പറ്റുന്നത് പോലെ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ സാധാരണ ഒരു കുട്ടിക്ക് പറ്റുന്നത് പോലെ എല്ലാ കുട്ടികൾക്കും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പൊതുവായ തീമിൽ ആ കുഞ്ഞിന്റെ അവസ്ഥയനുസരിച്ച് ആ കുട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ആശയം കുട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനാണല്ലോ നമ്മൾ അനുരൂപീകരണം നടത്തുന്ന പാഠപുസ്തകം അനുരൂപീകരണം നടത്തുന്നു, ടീച്ചിങ് മാനുവൽ ടീച്ചിങ് മാനുവൽ ആക്കുന്നു അല്ലെ. ഈ വാക്കുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ. ഇതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇൻക്ലൂസീവ് വരുമ്പോൾ എങ്ങനെയാണ് ആ കുട്ടികളെ പഠിപ്പിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അനുരൂപീകരണം നടത്തിയ മാനുവൽ ഉപയോഗിച്ചിട്ടായിരിക്കും ഞാൻ കുട്ടികളെ പഠിപ്പിക്കുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്തരം കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മാനുവലിൽ മാറ്റം വരുത്തുന്നു, അവർക്ക് വേണ്ടി ചില പ്രവർത്തനങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. അത് ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല, ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതും അനുരൂപീകരണമാണ്. അതായത് ഒരു മാറ്റം, സാധാരണഗതിയിലുള്ള മാനുവലിൽ ഒരു ചേഞ്ച് വരുത്തുന്നതാണ് അനുരൂപീകരണം എന്നുള്ളത്. ആ വാക്കുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടെൻഷന്റെ ഇടയിൽ നമ്മൾ ഇതെല്ലാം ഓർക്കണമെന്നില്ല അല്ലെ. എന്നാലും സാരമില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഭയപ്പെടാതിരിക്കുക, അറിയുന്ന കാര്യങ്ങൾ നന്നായി പറഞ്ഞിട്ട് പോവുക. എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്റർവ്യൂ കഴിഞ്ഞു കഴിയുമ്പോൾ ഇറങ്ങി കഴിയുമ്പോൾ അയ്യോ എനിക്ക് കുറച്ചുകൂടെ പറയാമായിരുന്നല്ലോ, ഇതായിരുന്നോ ഉദ്ദേശിച്ചത് എന്നൊക്കെ തോന്നും. അത് എന്തുകൊണ്ടാ? നമ്മൾ അത്രയും ടെൻസ്ഡ് ആവുന്നത് കൊണ്ട്. അപ്പൊ അതൊന്നും വേണ്ട. നമുക്ക് അറിയാത്ത ആളുകളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്, അവരെ ഇനി കാണുന്നില്ല. ഇത്തരം ചിന്തകൾ തന്നെ മനസ്സിലിങ്ങനെ പറഞ്ഞ് ഉറപ്പിച്ച് പോവുക. ഓക്കെ. ഇനി ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ ഫലമായി കുട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തെല്ലാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ എഴുത്തിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളെ മാത്രമല്ല ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. വിവരണം ലഭിക്കുന്നുണ്ട്, കുട്ടികൾ ആശയം നമ്മളോട് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതുപോലെ ഇതിനെയൊക്കെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ടേമും കൂടി നമ്മളിവിടെ കൊണ്ടുവരണം. ഈ ഉൽപ്പന്നങ്ങളെല്ലാം സൂക്ഷിക്കുന്നത് എവിടെയാണ്? പോർട്ട്ഫോളിയോയിലാണ്. പോർട്ട്ഫോളിയോ എത്ര തരമാണ്? പോർട്ട്ഫോളിയോ നമ്മൾ സാധാരണ പോർട്ട്ഫോളിയോ ഫയലുകളിലേക്ക് ആക്കി സൂക്ഷിക്കുന്നതുമുണ്ട്. അല്ലാതെ ഡിജിറ്റൽ പോർട്ട്ഫോളിയോയെ കുറിച്ച് നമ്മളുടെ ഹാൻഡ് ബുക്കുകളിൽ പറയുകയും അധ്യാപകർക്ക് ഇപ്പോൾ നിർദ്ദേശം കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഇത്തരം പഠന ഉൽപ്പന്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിജിറ്റലൈസ് ആക്കുന്നു. ഓരോ കുട്ടിക്ക് ഓരോ ഫയലൊക്കെ കൊടുത്തുകൊണ്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. പിന്നീട് അത് സ്കൂൾ വിക്കിയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ട് എന്നാണ് പറയുന്നത്.
നിലവിൽ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ട് അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചെടുക്കുക കേട്ടോ, കുറച്ചുകൂടി വിവരങ്ങൾ. ഒരു ക്ലാസ്സിലൊന്നും തീരില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി SRG യെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. SRG എന്ന് പറഞ്ഞാൽ എന്താണ്? 2 രീതിയിലുണ്ട്. LP സ്കൂളുകളിൽ അത് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പും UP സ്കൂളുകളിൽ അത് സബ്ജക്ട് റിസോഴ്സ് ഗ്രൂപ്പുമാണ്. സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് എന്ന് പറയാൻ കാരണം അവിടെ സബ്ജക്ട് വൈസ് നമുക്കറിയാം 1 മുതൽ 4 വരെയാണ് LP സ്കൂളുകൾ. അവിടെ സബ്ജക്ട് വൈസ് ടീച്ചർ അല്ല, നമ്മൾ ക്ലാസ് ടീച്ചർ സിസ്റ്റം ആണ് അല്ലെ. നമ്മുടെ സൗകര്യത്തിനാണ് എന്ത് ചെയ്യുന്നത്, ചില സ്കൂളുകളിൽ സബ്ജക്ട് വൈസ് എടുക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല, ക്ലാസ് ടീച്ചർ സിസ്റ്റം എന്നാണ് LP തലത്തിൽ നിർദ്ദേശം തന്നിരിക്കുന്നത് അല്ലെ. അങ്ങനെ തന്നെയാണ് വേണ്ടതും. അപ്പോൾ ഒരു സബ്ജക്റ്റിന് ഒരു ടീച്ചറെ ഉണ്ടാവുകയുള്ളൂ, ഒരു ക്ലാസ്സിന് ഒരു ടീച്ചറെ ഉണ്ടാവുകയുള്ളൂ, ഒരു സബ്ജക്റ്റിനല്ല, ഒരു ക്ലാസ്സിന്. അപ്പോൾ ഈ ഒരു സ്കൂളിനെ ഒരു ഗ്രൂപ്പാക്കി എടുക്കാനേ പറ്റുള്ളൂ. മറ്റേത് സബ്ജക്ട് റിസോഴ്സ് ഗ്രൂപ്പ് ആവുമ്പോൾ ഒരേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന, ഒരേ സബ്ജക്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ ഗ്രൂപ്പായി ഇരുന്ന് ആ സബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകും, അവർ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ആ വെല്ലുവിളികളെ പരിഹരിക്കാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് കൂട്ടായി ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയും സബ്ജക്ട് റിസോഴ്സ് ഗ്രൂപ്പിൽ. മറ്റേത് LP തലത്തിൽ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ്. ഇങ്ങനെയൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി മറ്റൊരു ചോദ്യം PT യെ കുറിച്ച് ഇപ്പൊ ചോദിക്കുകയാണെന്ന് ഇരിക്കട്ടെ. PT എത്ര തരം ഉണ്ടെന്ന് ചോദിച്ചാൽ മിക്കവരും പറയുക 3 തരം എന്നാണ്. ക്ലാസ് PTA അല്ലെ, അതായത് ജനറൽ PTA, ക്ലാസ് PTA, MPTA. ഇത്രയും വരുമ്പോൾ നിങ്ങളുടെ PTA ഒക്കെ തീർന്നു. ഇനി ഒന്നും കൂടി ഉണ്ട്, കോർണർ PTA. കേട്ടിട്ടില്ലാത്തവര് അത് ഒന്ന് കുറിച്ച് വെച്ചിരിക്കുക. കോർണർ PTA കൂടി ഉണ്ട്. എന്താണ് കോർണർ PTA? ഒരു കോർണറിൽ കൂടുന്നതാണ് അല്ലെ, ഏതെങ്കിലും മൂലയിൽ പോയി ഇരിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളുടെ വീടുകളിലേക്ക് പോയിട്ടാണ് കോർണർ PTA കൂടുക. അതായത് സ്കൂളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങള്, അങ്ങനെ അവിടുത്തെ രക്ഷിതാക്കൾ അവരുടെയും കൂടെ പാർട്ടിസിപ്പേഷൻ വേണം എന്നൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്കും പോവാം അല്ലെ. രക്ഷിതാക്കൾക്ക് ഇങ്ങോട്ട് മാത്രമല്ല, അധ്യാപകർ അങ്ങോട്ടേക്കും പോകണം. അങ്ങനെ പോകുമ്പോഴാണ് കുട്ടിയുടെ സാഹചര്യവും അവൻ വരുന്ന പശ്ചാത്തലം എങ്ങനെയുള്ളതാണ്, അവന്റെ വീട് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ അറിയും. പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളിൽ. അല്ലാത്ത വിദ്യാലയങ്ങളിലാണെങ്കിൽ, അതായത് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ അവർ ക്യാൻവാസിങ്ങിന് പോകും അല്ലെ, അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണത്. അതുകൊണ്ട് അവർ ക്യാൻവാസിങ്ങിനൊക്കെ പോകുന്നതുകൊണ്ട് അവർക്ക് പിന്നെയും കുട്ടികളെയും പരിസരത്തെയും അറിയാൻ പറ്റും. പക്ഷെ പിന്നെ കുട്ടികൾ തേടി വരുന്ന കുട്ടികളുടെ വിദ്യാലയമാണ് പൊതുവിദ്യാലയം. അപ്പൊ എന്ന് കരുതി അവരെ നമ്മൾ അറിയണ്ട എന്നല്ല, എല്ലാ കുട്ടിയെയും അവന്റെ ക്ലാസ് ടീച്ചർ അറിഞ്ഞിരിക്കണം. ആ കുട്ടിയുടെ പശ്ചാത്തലം അറിയണം, അവന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അവന്റെ ഇഷ്ടങ്ങൾ എന്താണ്, അവന്റെ ഭക്ഷണശീലം എന്താണ്, അവന് അലർജി ഉണ്ടോ അല്ലെ, അവന് എന്തെങ്കിലും ഫുഡ് അലർജി ഉണ്ടോ, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നതാണോ, A to Z കാര്യവും അവന്റെ അമ്മയ്ക്ക് എങ്ങനെ അവനെ അറിയാം, അതിനേക്കാൾ ഒരുപടി മുകളിൽ അറിയാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. ആ ഒരു രീതിയിൽ വേണം കുട്ടിയെ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്ഥിരമായി ഇപ്പം രക്ഷിതാക്കൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും. ഇടയ്ക്കെങ്കിലും കോർണർ PTA കൂടണം എന്നാണ്. ഇങ്ങനെ ഒന്നും കൂടി ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ഇതും കൂടി പറയണം. എനിക്ക് പിന്നെ കോർണർ PTA ഒക്കെ പിന്നെ പങ്കെടുത്ത അനുഭവം ഉണ്ട്. പക്ഷെ ഞാൻ കുഞ്ഞായിരുന്നു എന്ന് മാത്രം. ഞാൻ LP തലത്തിൽ പഠിച്ചത് മലപ്പുറം ജില്ലയില് ഉദായി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കിഴക്കേ ചാത്തല്ലൂര് JMLPS എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്കൂളിലാണ്. കിലോമീറ്ററോളം നടന്ന് സ്കൂളിലൊക്കെ പോകുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ മാഷ് ഒക്കെ PTA കൂടിയിട്ടുണ്ട്. അടുത്തുള്ള വീടുകളിലൊക്കെ ആയിട്ട് PTA കൂടിയ ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പൊ അത് കോർണർ PTA ആണ് അത് എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പം അവിടെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നവരാണ് കേട്ടോ. പിന്നെ എന്താണ്, നമുക്ക് ഇഷ്ടപ്പെട്ട് അധ്യാപനത്തിലേക്ക് കടക്കാൻ കാരണക്കാരായ ഒരു പറ്റം ജനങ്ങളുള്ള സ്ഥലമാണത്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ് കോർണർ PTA എന്നൊരാശയം കൂടി ഉണ്ട് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഈ പഠന പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറയാത്തതാണ് കാര്യം. അതൊക്കെ നമ്മൾ തന്നെ ആലോചിച്ചെടുത്ത് പറയുന്നതാണ് എപ്പോഴും നല്ലത്. അതിൽ പുതുമ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം, എന്തിലെങ്കിലും വലിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ സ്കൂൾ അസംബ്ലി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതില് പലരും അസംബ്ലിയെ കുറിച്ച് പറയുമ്പോൾ ജനാധിപത്യ ശീലം അല്ലെങ്കിൽ ദേശീയ ബോധത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അതിനേക്കാൾ അപ്പുറം 1000 ആശയങ്ങൾ അസംബ്ലിയിലുണ്ട്. അത് ഓർത്തു വെച്ചിരിക്കുക. ഈ സ്കൂൾ ഒന്നാണ്, നമ്മൾ ഒന്നാണ് എന്ന ചിന്ത, ഐക്യബോധം അല്ലെ, യൂണിറ്റി, യൂണിഫോം തൊട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പറയണം. എന്തിനാണ് യൂണിഫോം അല്ലെ,
യൂണിഫോമിൽ തന്നെ ഇപ്പം ജെൻഡർ ഇക്വാലിറ്റി സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ജെൻഡർ യൂണിഫോമുകൾ ഉണ്ട് അല്ലേ. അങ്ങനെ ഓരോന്നിനെ കുറിച്ചും നമ്മൾ വാചാലരായി പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഈ കുട്ടിക്ക് എന്തൊക്കെ അറിയാം, ഇവര് പൊതുവിദ്യാലയങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ് എന്ന ചിന്ത ഉണ്ടാക്കിയിട്ടേ തിരിച്ചു വരാവൂ കേട്ടോ. പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ പ്രാധാന്യം പ്രൈമറി ക്ലാസ്സുകളിൽ ഇത് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. പക്ഷെ ഈ പറയുന്നതിനെയൊക്കെ ക്ലാസ് റൂമുമായിട്ട് കണക്ട് ചെയ്ത് കൂടി പറയുക. ഒപ്പം എന്താണ് പരിസര പഠനം എന്ന് ഹാൻഡ് ബുക്കിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അതും കൂടി പറയുക. എന്താണ് പരിസരത്തിന് വേണ്ടി പരിസരത്തിൽ നിന്ന് പരിസരത്തിലൂടെയുള്ള പഠനമാണ് എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. അത് വ്യക്തമായി ഞാൻ പറയുന്ന കേട്ട് നോട്ട് എഴുതാതെ ഹാൻഡ് ബുക്ക് പോയി നോക്കിയിട്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി വെച്ചതിന് ശേഷം സംസാരിക്കുക. കാരണം EVS എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് EVS എന്ന് ചോദിച്ചിട്ടുണ്ട്. പരിസര പഠനം എന്താണ് എന്നാണ്. ഏത് ക്ലാസ് മുതലാണ് EVS പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ക്ലാസ് മുതലാ? 1-ാം ക്ലാസ് മുതൽ ഉദ്ഗ്രഥന രീതിയിൽ പരിസര പഠനം നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊരു വിഷയമായി പഠിക്കുന്നത് 3-ാം ക്ലാസ് മുതലാണ്. ഇങ്ങനെയേ പറയാവൂ. EVS 3-ാം ക്ലാസ് മുതലാണ് എന്ന് പറഞ്ഞു കളയരുത്. ഉദ്ഗ്രഥന രീതിയിൽ 1-ാം ക്ലാസ്സിൽ നമ്മൾ EVS കുട്ടികൾ പഠിക്കുന്നുണ്ട്. വിഷയമായി പഠിക്കുന്നത് 3-ാം ക്ലാസ്സിലാണ്. പിന്നീട് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ചോദ്യങ്ങളെല്ലാം കേട്ടിട്ടേ ഈ ചോദ്യം ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാര്യം ആ ടെൻഷനില് പിന്നെ അധ്യാപകര് ടെൻഷനിലാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. തിരിച്ചിറങ്ങി കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ലാതെ പലർക്കും പോകാറുണ്ട്. ആ ടെൻഷനൊക്കെ കഴിയുമ്പോൾ എന്താ എന്നോട് ചോദിച്ചേ, ഞാൻ എന്താ പറഞ്ഞേ, ഇതൊന്നും അവർക്കറിയില്ല. അപ്പൊ ചില ചോദ്യങ്ങള് കൈമാറി വരുമ്പോൾ പല മാറ്റങ്ങളും അതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് EVS എന്നൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രം നോക്കാതെ, EVSന്റെ ഫുൾ ഫോം മാത്രം നോക്കാതെ അതുമായി റിലേറ്റ് ചെയ്ത മിക്ക കാര്യങ്ങളും ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് പറയാൻ കാരണം ഗ്ലോബിന്റെയും മാപ്പിന്റെയും വ്യത്യാസം എങ്ങനെ പഠിപ്പിക്കാം എന്നോ ഒരു ചോദ്യം. അത് പിന്നീട് അറിഞ്ഞു അത് ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ എങ്ങനെ പഠിപ്പിക്കാമെന്നാണ് ചോദിച്ചത് എന്ന തരത്തിൽ വീണ്ടും ഇനി 2 വ്യക്തികളോട് 2 രീതിയിൽ ചോദിച്ചതാണോ എന്നറിയില്ല. അവിടെ ഭിന്നശേഷിക്കാരായ കുട്ടികളിലാണെങ്കിൽ നമുക്ക് ഓരോ കുട്ടിയുടെയും ഭിന്നശേഷി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലേ. ഇനി അന്ധരായ കാഴ്ചാപരിമിതരായ കുട്ടികളെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവർക്ക് എനിക്ക് എംബഡിങ് മാപ്പ് എന്നോ മറ്റോ പറയുന്ന രീതിയിലുണ്ട്. അതായത് മാപ്പ് തൊട്ട് മനസ്സിലാക്കാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ തീർച്ചയായും തിരുത്തുക. കാരണം കുട്ടികൾ കാണുന്നതാണ്. അതുകൊണ്ട് കമന്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. എന്താണ് നിങ്ങൾക്കാണ് കൂടുതൽ അറിയാൻ കഴിയുക. ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുമ്പോഴും നമുക്ക് സാധാരണ അധ്യാപകർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല എന്നത് വളരെ വലിയൊരു പോരായ്മയാണ്. നമുക്ക് പിന്നെ DLEDന്റെ സമയത്തൊക്കെ നമ്മൾ ഇത് പഠിക്കുന്ന പോലെ TTC പഠനകാലത്ത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചും അവരോടുണ്ടാകേണ്ട മനോഭാവത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം എങ്ങനെയാണ് പിന്നെ ഇപ്പൊ ഒരു പഠന പ്രശ്നം നേരിടുന്ന കുട്ടികളുണ്ട് അല്ലെ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ രീതിയിൽ മക്കൾ നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരോട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ ഉള്ള പ്രാക്ടീസുകൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അത് ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊക്കെ വരണം. ഇതൊക്കെ വന്നെങ്കിലേ നമുക്ക് കൂടുതൽ ഇത്തരം ഉത്തരങ്ങൾ പറയാനും പ്രാക്ടിക്കൽ ആക്കാനും പറ്റുകയുള്ളൂ എന്നൊരു വസ്തുതയും കൂടി ഉണ്ട്. അതും നിങ്ങൾക്ക് പറയാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അവിടെ പറയാം. അപ്പോ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. എംബഡിങ് മാപ്പ് എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. ടൈം വ്യത്യാസം ഉണ്ടെങ്കിൽ കേൾക്കുന്നവര് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുകയും നിങ്ങളും വെറുതെ ഇരിക്കാതെ ഇതേക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുകയും ചെയ്യുക. കണ്ടെത്തലുകൾ നടത്തുക കേട്ടോ. ഒരു ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഹിന്റ് മതി. ആ ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കണം. ഇനി ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ പ്രാധാന്യം പ്രൈമറി ക്ലാസ്സുകളിൽ എന്ന ചോദ്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോയത്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ പ്രാധാന്യം ചോദിക്കുമ്പോൾ പരിസര പഠനത്തെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞല്ലോ. അത് പറയുമ്പോൾ നമുക്ക് 1-ാം ക്ലാസ് തൊട്ട് 1-ാം ക്ലാസ്സിലെ പറവകൾ പാറി എന്ന് പറയുന്ന പാഠത്തിൽ തൂവലുകളെ കുറിച്ച്, പക്ഷികളെ കുറിച്ച്, ശരീരഘടനയെ കുറിച്ച് ഒക്കെ പഠിക്കുന്നുണ്ട്. 3-ാം ക്ലാസ്സില് ജന്തുലോകത്തേക്കെന്നാണെന്ന് തോന്നുന്നു ആ പാഠത്തില് വളർത്തു മൃഗങ്ങള് അല്ലാത്ത കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അല്ലാത്ത മൃഗങ്ങള് എന്നിങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തരംതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പ്രകൃതി നിരീക്ഷണം ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്കൂളിൽ തന്നെ അവസരം സൃഷ്ടിക്കപ്പെട്ടാൽ, അതായത് ജൈവവൈവിധ്യ ഉദ്യാനം നന്നായി നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ അവിടേക്ക് സ്വാഭാവികമായി ജീവികളും പക്ഷികളും പിന്നെ പൂമ്പാറ്റയും ഒക്കെ വരും. അപ്പൊ ഇതൊക്കെ കുട്ടികളെ നേരിട്ട് കാണിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും.
പിന്നെ അതുമല്ല ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായതാണ് അല്ലെ, നാച്ചുറൽ ആണ്, സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ സ്വാഭാവികതയിൽ തന്നെ കാര്യങ്ങൾ നോക്കി കാണാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയും. ഒരു സൂവിൽ പോകുമ്പോൾ ഉള്ളതിനേക്കാളും ഒക്കെ നാച്ചുറൽ ആയിട്ട് അല്ലെ, അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അല്ലെ ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ പോകുന്നതിനേക്കാളും ഒക്കെ അവർക്ക് അവരുടെ തന്നെ പൂന്തോട്ടത്തിൽ അവർ തന്നെ നിർമ്മിച്ച ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ ഒക്കെ പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതുപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് സുരക്ഷിതരായി കൊണ്ടുപോകാൻ പുറത്തേക്ക് എപ്പോഴും കൊണ്ടുപോവുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ വാതിൽപ്പുറ പഠനത്തിന്റെ സാധ്യതയാണ് ജൈവവൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിച്ച മറ്റൊരു ചോദ്യം ഫീൽഡ് ട്രിപ്പ് ആയിരുന്നു. ഫീൽഡ് ട്രിപ്പിന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം കൂടി വന്നിരുന്നു കേട്ടോ. അപ്പൊ അതും നമ്മുടെ പരിസര പഠന പുസ്തകത്തിൽ നിങ്ങൾ തന്നെ വായിച്ചു നോക്കണം കേട്ടോ. പറയാൻ എനിക്ക് എളുപ്പമാണ്, ഒരു പാടുമില്ല. എനിക്കിപ്പോ ഈ സ്ക്രീനിലേക്ക് ആ പാഠം എന്താണ് ഹാൻഡ് ബുക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ അതിപ്പോ ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളൊന്ന് നോക്കൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ കുറച്ചൊക്കെ ഹാൻഡ് ബുക്ക് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടു, അതിന്റെ ബാലൻസ് നിങ്ങളിലേക്ക് പരമാവധി എത്തിക്കാൻ ശ്രമിക്കാം. അറിയാലോ, നമുക്ക് ഈ ഒരു ചാനൽ യൂട്യൂബ് ഇത് മാത്രമല്ല ഉള്ളത്, നമുക്ക് പെയ്ഡ് ആയിട്ട് ഗ്രൂപ്പ് ഉണ്ട്. ആ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് കുട്ടികൾക്ക് കൃത്യമായി അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഞാനേ ഉള്ളൂ, അവർക്ക് പേഴ്സണൽ കെയർ കൊടുക്കാൻ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളും വരുന്നത് കൊണ്ടാണ് കുറച്ചുകൂടി ലാഗ് ആവുന്നത് കേട്ടോ. അപ്പൊ ഈ ഫീൽഡ് ട്രിപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു ഫീൽഡ് ട്രിപ്പ് എന്തിനാണ് നമ്മൾ നടത്തുന്നത് എന്ന ആദ്യ ധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് തോന്നി, ഈ പ്രശ്നത്തിന് പരിഹാരം ഞാൻ കാണണം, എനിക്കിത് മനസ്സിലാക്കണം എന്ന ചിന്ത കുഞ്ഞിലേക്ക് വരത്തക്ക രീതിയിൽ വേണം നമ്മളത് അവതരിപ്പിക്കാനായിട്ട്. ഇപ്പൊ നമ്മള് പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറികൾ വിസിറ്റ് ചെയ്യുന്നു, ഇതൊക്കെ വരുമ്പോൾ എന്തിനവിടേക്ക് പോകുന്നു എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം അല്ലെ. അതിനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കൊടുക്കുക, പ്രശ്നം തിരിച്ചറിയാനുള്ള അവസരം കൊടുക്കണം. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ സുരക്ഷിതരായി ഇരിക്കാം എന്നുള്ള നിർദ്ദേശങ്ങൾ മുൻകൂട്ടി തന്നെ കൊടുക്കണം. അതുപോലെ പോയി കഴിഞ്ഞാൽ അവര് നേടിയെടുക്കേണ്ട വിവരങ്ങളെ കുറിച്ചുള്ള ചോദ്യമൊക്കെ തയ്യാറാക്കണമല്ലോ, ചോദ്യാവലിയൊക്കെ തയ്യാറാക്കണം. അപ്പൊ അതൊക്കെ അവര് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യണം, ആരേതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കണം. എങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഒരു ഫീൽഡ് ട്രിപ്പിന് നമ്മൾ പോകുമ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു പൈലറ്റ് വിസിറ്റ് നടത്തണം. എന്താ ചെയ്യേണ്ടത്? പൈലറ്റ് വിസിറ്റ് നടത്തണം. ഫീൽഡ് ട്രിപ്പ് ആയാലും പഠനയാത്രയായാലും ഒക്കെ അല്ലെ, ഫീൽഡ് ട്രിപ്പിനേക്കാൾ ഉയർന്ന തലമാണ് പഠനയാത്ര എന്ന് പറയുന്നത്. വാതിൽപ്പുറ പഠനം അതിനേക്കാൾ ഉയർന്നത് ഫീൽഡ് ട്രിപ്പ്, അതിനേക്കാൾ ഉയർന്നത് പഠനയാത്ര, അങ്ങനെയുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഏത് തന്നെ ആയാലും അതിനു മുമ്പ് നമ്മൾ ഒരു പൈലറ്റ് വിസിറ്റ് നടത്തണം. അവിടെ പോയി അത് സുരക്ഷിതമായ സ്ഥലമാണോ, കുട്ടികൾക്ക് അപകട സാധ്യതകൾ എന്തൊക്കെയുണ്ട്, അതിന് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്ന് അധ്യാപിക അറിഞ്ഞിരിക്കണം. അല്ലാതെ കുട്ടിയോടൊപ്പം ആദ്യമായിട്ട് അവിടെ പോവുകയാണെങ്കിൽ ഇതൊന്നും അധ്യാപികയും അറിയില്ല അല്ലെ. പല അപകടങ്ങളും ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അപ്പൊ ആദ്യം ഫീൽഡ് ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്തിരിക്കണം. സംഘമായിട്ട് തന്നെ പോകാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഒരാൾ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാള് ആ പ്രദേശത്തെ നോക്കി കാണുക. കുറച്ചുകൂടി അനുഭവം ഉള്ളവര് വ്യത്യസ്തമായ രീതിയിൽ അല്ലെ, ഇങ്ങനെയുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്, കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ അതിനെ കുറിച്ച് ബോധം വേണം. നമ്മുടെ HMന്റെ അനുവാദം വേണം, HM വഴി AEOയുടെ അനുവാദം വേണം അല്ലെ. നമ്മൾ എവിടെ പോകുമ്പോഴും ഇങ്ങനെ ഹയറായിട്ട് അറിയിക്കേണ്ടടുത്ത് കൃത്യമായി അറിയിക്കണം. രക്ഷിതാക്കളുടെ അനുവാദം വാങ്ങണം. അത് വെറുതെ പിന്നെ ഓറലായിട്ട് കിട്ടിയ പോരാ, റിട്ടേൺ ആയിട്ട് തന്നെ കിട്ടണം. കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ട് പ്രയാസമില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ റിട്ടേൺ ആയിട്ട് അനുവാദം വാങ്ങി വെക്കണം. അപ്പൊ പൈലറ്റ് വിസിറ്റ് നടത്തി നമ്മൾ അവിടുത്തെ അപകട സാധ്യതകൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ സുരക്ഷിതമാണോ എന്ന് മനസ്സിലാക്കി, പിന്നെ വേണ്ടത് പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കിറ്റൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കണം. കുട്ടികൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൂടി കരുതി വെക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ചെറിയതാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട, ഒഴിവാക്കാനാകാത്ത കുറേ അധികം ഘടകങ്ങൾ അതിലുമുണ്ട്. അത് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, കുറച്ചുകൂടി നിങ്ങൾ ആഴത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ട് വേണം മറുപടി പറയാനായിട്ട്. ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ കുറച്ച് ഭാഗങ്ങളെ കിട്ടുന്നുള്ളൂ. അത് നമ്മുടെ അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലെ ഓരോ കുട്ടിയോടും പറയുന്നത് അങ്ങനെയാണ്. ഞാൻ അവരോട് പറയുന്നത് വായിക്കാനാണ്, വായിക്കുക, അവർ സ്വയം വായിക്കുക, പിന്നീട് അവർ നോട്ട് എഴുതുന്നു, പിന്നെ അവരതേക്കുറിച്ച് സംസാരിക്കുന്നു, ഗ്രൂപ്പിൽ സംസാരിക്കുന്നു, അവർ പലവരുടെ നോട്ടുകളിലൂടെ കടന്നു പോകുന്നു. പലര് തയ്യാറാക്കുന്നത് പല മെറ്റീരിയൽ നോക്കിയിട്ടാണ്, പല നോട്ടുകളിലൂടെ പോകുന്നു.
പലരുടെ വോയിസിൽ അതേ വിഷയത്തെക്കുറിച്ച് കേൾക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അവരോട് സംസാരിക്കുക. എനിക്ക് എളുപ്പം എന്താണ്, ടോപ്പിക്ക് കൊടുത്ത് എനിക്കങ്ങ് സംസാരിച്ച് ഇത് നിങ്ങൾ പഠിക്കണം, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. അതുകൊണ്ട് എനിക്ക് മാറ്റം വരും, എനിക്ക് മാറ്റം വന്നു. പക്ഷെ നിങ്ങൾക്കോ? നിങ്ങൾ സംസാരിച്ചോ? നിങ്ങളുടെ ഭാഷ എവിടെ പോയി? നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളെ പ്രകടിപ്പിക്കണ്ടേ? ഇനിയും അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ വളരെ പ്രയാസം അനുഭവിക്കുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്കേ അറിയാവൂ, നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ നിങ്ങൾക്കേ അറിയാവൂ. എങ്ങും കൊണ്ടുപോയി വളരെ ഫീസ് കൊടുത്തും അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നില്ല. ഒരുപാട് പ്ലാറ്റ്ഫോം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. കിട്ടുന്ന ടോപ്പിക്കുകളെ കുറിച്ച് ഇതുപോലെ നോട്ടുകൾ എഴുതി ഞാൻ നമ്മുടെ രീതി പറഞ്ഞു തന്നു. അത് നല്ലതാണ് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആ രീതി, ആ സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കാം. അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജി അറിയാമെങ്കിൽ അത് ഉപയോഗിച്ച് മെച്ചപ്പെടുക. ഇവിടെ നമ്മൾക്ക് വേണ്ട കഴിവ് സംസാരിക്കാനുള്ള ശേഷി, കൃത്യമായ ആശയവിനിമയമാണ്. ആ ആശയവിനിമയം സാധ്യമാകണമെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ഒരുപാട് ബ്ലോക്കുകളുണ്ട്, അതിനെയെല്ലാം മാറ്റി മുന്നോട്ട് വരണം. ആ ബ്ലോക്കുകൾ സൃഷ്ടിച്ചത് നമ്മളാണെങ്കിൽ ആ ബ്ലോക്കിന്റെ പരിഹാരവും നമുക്കേ അറിയാവൂ, നിങ്ങൾക്കേ കഴിയൂ. എനിക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യാം എന്നുള്ളതേ പറ്റൂ. അപ്പം ഏറ്റവും ഒടുവിൽ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ നിർത്തിപ്പോകാം. ഒടുവിലായി പറയട്ടെ, ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുന്നതാണ്, എൻ്റെ ടീച്ചിങ് ആസ്പിറൻസിലെ പിള്ളേരോട് പറയുന്നതാണ്, നമ്മൾ എപ്പോഴും താങ്ങാൻ അല്ലെങ്കിൽ ചാരാൻ ഒരു തോളുള്ളപ്പോഴാണ് കൂടുതൽ ദുർബലരാവുന്നത്, അല്ലെ? അതില്ലാതെ എനിക്ക് ഞാനേ ഉള്ളൂ, എന്നെ ബൂസ്റ്റ് ചെയ്യാൻ ഞാനേ ഉള്ളൂ എന്ന ചിന്ത വേണം. നിങ്ങളെ കൊണ്ട് കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല. നിസ്സാര ഇന്റർവ്യൂ ആണ്. നിങ്ങൾ കുത്തിയിരുന്ന് പഠിച്ച ഉറക്കമില്ലാത്ത രാത്രികളെ ആലോചിക്കുക. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കേണ്ട സമയം അവർക്ക് കൊടുക്കാതെ നിങ്ങൾ പഠിച്ചതാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. ആ ദിവസങ്ങൾ കൂടി കോംപ്രമൈസ് ചെയ്യുക. ആ ദിവസങ്ങൾ കൂടി നിങ്ങൾ നിങ്ങളുടേത് മാത്രമാക്കി എടുത്ത് കുറച്ചൊന്ന് സെൽഫിഷ് ആയിക്കോളൂ. പക്ഷെ ആ സെൽഫിഷ് ആകുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉയർച്ച കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെൻഷൻസ് മാറ്റിയിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് നന്നായിട്ട് മുന്നോട്ട് പോവുക. മാനുവൽസ് ഒന്നും പ്രിപ്പയർ ആകാത്തവര് മാനുവലൊക്കെ പ്രിപ്പയർ ചെയ്യുക. മോഡൽ മാനുവൽസ് ഒക്കെ ഹാൻഡ് ബുക്കിലുണ്ട്. എല്ലാവരും കൂടി ചെന്ന് അത് അതുപോലെ എടുത്താൽ അത് പ്രശ്നമാകും. അപ്പൊ അങ്ങനെയാകാതിരിക്കാനായിട്ട് നിങ്ങളുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയ മാനുവൽ മാത്രം ഉപയോഗിക്കുക. എളുപ്പത്തിന് ഹാൻഡ് ബുക്കിന്റെ ആമുഖത്തിൽ കിടക്കുന്ന മാനുവലൊന്നും എടുക്കരുത്. അതില്ലാതെ സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആയിക്കോളൂ, പക്ഷെ അതിൽ നിങ്ങളുടെ ഒരു മാന്ത്രികത കൊണ്ടുവരണം, അല്ലേ? ഓരോ ടീച്ചേഴ്സും ഒരു മായാജാലക്കാരനെ പോലെ ക്ലാസ്സിൽ വന്ന് അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരുടെ മനസ്സിലൊരു ഇംപ്രഷൻ സൃഷ്ടിക്കണം. അത്തരത്തിൽ നിങ്ങൾക്ക് കഴിയും. അതൊക്കെ സാധ്യമാകട്ടെ. പിന്നെ ചെയ്യാനുള്ളത്, ബയോഡേറ്റ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ ഹുക്ക് ചെയ്യുന്ന തരത്തിൽ ഇങ്ങനെ പിടിച്ചൊരു കൊളുത്ത് ഇട്ട് കൊടുക്കണം. ആ തരത്തിൽ ഓരോ കോളവും ആ തരത്തിൽ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി പ്രധാനമായും നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ മാത്രം ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ സമയം പോലെ വീഡിയോ ചെയ്തിടാം. അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പറയാം. ഇച്ചിരി കുറച്ച് വേഗത്തിലാണ് എടുത്തത് പറഞ്ഞതും ഒക്കെ, എങ്കിലും അത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ അറിയിക്കുക, ഡൗട്ടുകൾ കൃത്യമായി അറിയിക്കുക. ഓക്കെ, ബൈ.